ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു കർണാടക സ്പെഷ്യലാണ്. ഇതിന് കന്നഡയിൽ സൂരേക്കായ് കടുബു എന്ന് പറയും. സൂരേക്കായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൊരക്ക ഉണ്ടല്ലോ, അതും കുറച്ചധികം നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഇതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു ഗാർലിക് ചട്നിക്ക് ഇവിടെ വെള്ളുള്ളി ചട്നി എന്ന് പറയും. വെള്ളുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളിക്കാണ് കന്നഡയിൽ വെള്ളുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂരേക്കായ് കടുബുവും ഒരു വെള്ളുള്ളി ചട്നിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്, നമുക്ക് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി കൊണ്ടുള്ള റവയാണ് എടുക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ, മംഗലാപുരത്തൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇഡ്ഡലി റവയെന്ന് മേടിക്കാൻ കിട്ടും. ഇഡ്ഡലി റവ നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലിയും തയ്യാറാക്കാം. ഇതുപോലെ കടുബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമിൽ വേവിക്കുന്നതിനാണ് പറയുന്നത് കടുബുന്ന്. അപ്പോൾ ഇഡ്ഡലി റവ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റവ ഇല്ലെങ്കിൽ നമ്മൾ അരി കുതിർത്തിട്ട് അതൊന്നും നമ്മുടെ ഇപ്പോൾ റവയുടെ പരുവത്തിലൊന്നും പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഇഡ്ഡലി റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകിയിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. റവ കുതിരട്ടെ. ഇനി നമുക്കിതിന് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു മീഡിയം സൈസിൽ എളുത്തായിട്ടുള്ള ചൊരക്ക എടുത്തിട്ടുണ്ട്. ഈ ചൊരക്ക നമ്മൾ അധികം മൂക്കാത്ത ചൊരക്ക എടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ ഒരു പകുതി ചൊരക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1.5 കപ്പ് ഈ റവയാണല്ലോ എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലാണെങ്കിൽ ഒരെണ്ണം മൊത്തമൊക്കെ നമുക്ക് ഇടാം. ഞാനിപ്പോൾ പകുതി ചൊരക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ. ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഞാനിപ്പോൾ ഒരു 2 കൈപ്പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളക്, എരിവ് കുറവാണെങ്കിൽ 1-2 എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ റവ വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റവ ഇല്ലെങ്കിൽ അരി നമ്മൾ രാത്രി കുതിരാനിട്ടിട്ട് രാവിലെ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് തരിയായിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ടും ഇത് തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഈ റവയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൊരക്ക ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചതച്ച് വെച്ചിരുന്നല്ലോ, ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുകും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പം കടലപ്പരിപ്പും ഉഴുന്നും ഒന്നും ചേർത്തിട്ടില്ല. ഇത് മാത്രം കടുകും ജീരകവും മാത്രം എണ്ണയിലിട്ടിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഇതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് വാഴയില എടുത്തിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മളത് ഫോൾഡ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ വാഴയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണ് കൊണ്ട് ആക്കി കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണേലും ആക്കാം, നമുക്ക് വേണ്ടിയ ഷേപ്പിൽ. ഞാനിപ്പം ഇതുപോലെ ഒരു ഷേപ്പിൽ ആക്കുന്നുണ്ട്. ആക്കിയിട്ട് നമ്മുടെ വാഴയില നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പം ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുക. സാധാരണ ഇവിടെയൊക്കെ ഇതുപോലെയാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് തൈര് ഇച്ചിരി വെള്ളം പോലെയായിരുന്നു. അപ്പം ഇത് ഫോൾഡ് ചെയ്യുമ്പോഴും സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ലീക്ക് ആവുന്നുണ്ട്. നമ്മൾ തൈര് ചേർക്കുവാണെങ്കിൽ ഇതുപോലെ ഇത് ലീക്ക് ആവുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇല നന്നായിട്ട് വാട്ടുകയും വേണേ. ഇനി നമ്മളെല്ലാം റെഡിയാക്കി എടുത്തത് നമുക്ക് സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം ആൾറെഡി വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതെല്ലാം വെച്ച് കൊടുക്കാം. വെച്ച് മൂടി വെച്ചൊരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ 15 മിനിറ്റ് കൊണ്ട് ഇതിന് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഗാർലിക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒരു
സ്പൂണ് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്കൊരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവിന് ഒരു കുറച്ച് അധികം എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു കുറച്ച് മതി. എരിവ് കുറവുള്ളതാണെങ്കിൽ 1-2 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളറ് കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പം ഞാനിവിടെ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് എടുത്ത് വെച്ചിട്ട് വേണം ഇത് ചേർക്കാൻ, അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും കളറും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി, ഇച്ചിരി പുളി മതി, അധികം വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കടുക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് കടുക് വറുത്ത് ചേർക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടാനും ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സൂരക്കായ് കടുക് വെന്ത് റെഡി ആയിട്ടുണ്ട്, ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിത് എടുക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ, നല്ല ഫ്ലേവർ, നല്ല സ്മെല്ല്. നമ്മുടെ ആ ചൊരക്കായും മുരിങ്ങയിലയും നമ്മുടെ ജിഞ്ചറും പിന്നെ പച്ചമുളകൊക്കെ ചതച്ചൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്, ടേസ്റ്റും നല്ല അടിപൊളിയാണ്. അപ്പം അടിപൊളി സൂപ്പറായിട്ടുള്ള നമ്മുടെ സുരക്കായ് കടുക് ഹെൽത്തിയുമായിട്ട്, നമ്മളിപ്പോൾ അധികം മുരിങ്ങയിലയും ചൊരക്കയൊക്കെ നല്ലതാണല്ലോ, വയറിനൊക്കെ നല്ല തണുപ്പും. അതുപോലെ തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഡെയിലി ചൊരക്ക കഴിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഗാർലിക് ചട്നിയും ഇതിൻ്റെ കൂടെ സൂപ്പറാണ്. ചൂടോടെ കുറച്ച് ഈ ചട്നിയുടെ കൂടെ നെയ്യും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അധികം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ രാവിലെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.